ഇന്ത്യയുടെ ഭരണം ഇന്നും ഒരു തീവ്രവാദ വലിയ മത വോട്ടുകൾക്കനുസൃതമായിട്ടാണ് ഇന്ത്യ എന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കേരളം കിട്ടാൻ വേണ്ടി കേരളത്തിലും അങ്ങനത്തെ ഒരു വിഷവിത്ത് പാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും പല രാഷ്ട്രീയ പാർട്ടികളും കാൻഡിഡേറ്റുമാർ ആരാന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് ആരനെ ചേർത്ത് പിടിച്ചാലാണ് ഇവിടെ നമുക്കൊരു ഭൂരിപക്ഷം കിട്ടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ പലവിധ നമ്മൾ പോലും ചിന്തിക്കാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും അവകാശങ്ങളുമായിട്ട് പല കാര്യങ്ങളുടെ ബാക്കിലോട്ട് വരാം. ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ചിന്തിച്ചാൽ മതി. അവർക്ക് കേരളത്തിൽ സേഫ് ആയത് ഇവിടെ സംഘപരിവാർ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഇവരവിടെ അവരുടെ കൂടി ഇവിടെ വലിച്ചു കയറ്റി അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് രണ്ടാമതറിയാം. അവരുടെ സേഫ് അല്ലാത്ത രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ അവിടെ ഒരു ബോർഡ്, ഛത്തീസ്ഗഡാന്ന് എനിക്കറിയില്ല, ഒരു ബോർഡ് കണ്ടിരുന്നു. മിഷണറിമാരോ മറ്റേ കന്യാസ്ത്രീകളോ ആ ഗ്രാമത്തിലോട്ട് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്ട്രിക്ഷൻ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരും കാലങ്ങളിൽ കേരളത്തിൽ ഇന്നേ വരെ ഒരു കന്യാസ്ത്രീയെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു മൊയിലേറിനെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? അതിവിടെ മതത്തിനെതിരെ അല്ലെങ്കിൽ മതം എല്ലാത്ത കുറേ ജനങ്ങൾ ജീവിക്കുന്നതുകൊണ്ടാണ്, അങ്ങനത്തെ പാർട്ടികൾ ഉള്ളതുകൊണ്ടാണ്.